തക്ഷകദംശനം നിമിത്തം പിതാവ് പരീക്ഷിത്ത് കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായി ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിച്ച നാഗങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത കളരിക്കൽ നാട്ടുവംശം തങ്ങളുടെ രക്ഷകർക്കും അവരെ ആശ്രയിക്കുന്നവർക്കും ഐശ്വര്യം ചൊരിഞ്ഞ് നാഗദേവതകൾ കുടികൊള്ളുന്ന ചിത്രകൂടങ്ങളും സർപ്പക്കാവുകളും നിറഞ്ഞ് കളരിക്കൽ തറവാട്. വർഷാവർഷം കർക്കിടക മാസത്തിൽ ആയില്യപൂജ നടക്കാറുള്ള നാഗചൈതന്യ പൂജാദിവസം ബ്യൂട്ടിഫുൾ ലേഡി. അത് ക്ഷേത്രപൂജാരി സുദേവന്റെ ഭാര്യ. നൃത്തത്തിലും ഗാനാലാപനത്തിലും നിപുണയ. ഐ ഹാവ് എ വിഷ് ടു സ്റ്റേ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ലേഡി ടുനൈറ്റ്. എന്തായി പറയണേ? മഹാപാപം അതൊന്നും നടക്കില്ല. If you oppose me staying with this lady, then you lose your kingdom now. And the choice is yours. Do you want your kingdom or this woman's pride? എന്തു പറയുന്നു തമ്പുരാൻ? ഒടുവിൽ തമ്പുരാൻ മറ്റു വഴികളില്ലാതെ സമ്മതം മൂളി. ദൈവങ്ങളെ, തമ്പുരാനെ, പരമ്പരയായി നാഗദേവങ്ങളെ പൂജിച്ച എന്റെ വംശത്തെയാണ് അങ്ങ് കുരുതി കൊടുത്തത്. പെണ്ണിന്റെ മാനം കൊടുത്ത് അങ്ങ് നേടിയ അധികാരം ഇനി നിലനിൽക്കില്ല. നൊന്തു പിടയണ മനസ്സോടെ ഞാൻ പറയാ, കളരിക്കൽ നാട്ടുവംശത്തെ പുരുഷന്മാർ ആദ്യവേളി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. കളരിക്കൽ രാജവംശത്തിന്റെ അവസാന ആൺതരിയും ജീവിച്ചിരിക്കും വരെ ഈ ശാപം അവരുടെ എല്ലാം ശിരസിൽ നിലകൊള്ളട്ടെ. എന്റെ നാഗദൈവങ്ങളെ, കുറവൊന്നുമില്ലല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വേണ്ട, എല്ലാം കൃത്യ. അമ്മ വന്നില്ലേ? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. ഞാൻ നോക്കിയിട്ട് വരാം. നോക്ക്, അമ്മയുടെ കയ്യില് കീർത്തിയുടെ ജാതകം കൊടുക്കണം. നവീന്റെ വിവാഹത്തിന് വേണ്ടി നടക്കുന്ന പൂജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൾക്കും കൂടി വേണ്ടിയുള്ളതല്ലേ? പിന്നെ അതങ്ങനെയാണല്ലോ. എങ്കിലും ജാതകം കൊടുക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചിട്ട് പോരെ? പോരാ. കുഞ്ഞുനാള് മുതൽ പറഞ്ഞുറപ്പിച്ചു വെച്ചതല്ലേ ഇവരുടെ കല്യാണം. ഇവര് തമ്മിൽ വേറെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. ഇല്ലല്ലോ. പിന്നെന്താന്ന്? എത്രയും വേഗം ഇത് നടന്നാ മതി എന്റെ ആഗ്രഹം.
എന്റെ മാത്രമല്ല, ഇവളുടെ. എത്രയും പെട്ടെന്ന് വേണമെന്ന് അമ്മയുടെ ആഗ്രഹമെങ്കിൽ എനിക്ക് എതിർപ്പൊന്നും ഇല്ല കേട്ടോ. ശരി, പെട്ടെന്ന് റെഡിയായി വാ. അമ്മേ, കീർത്തിയുടെയും നവീന്റെയും വിവാഹ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് ഇന്നലെ രാത്രി നിർമ്മല എന്നോട് പറഞ്ഞു. കീർത്തി എന്റെ കൊച്ചുമോളാ. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നേ? അമ്മേ, ഇന്നലെ രാത്രിയിൽ ഞാൻ ആ സ്വപ്നം കണ്ടു. തറവാടിനെ ബാധിച്ചിരിക്കുന്ന ഉഗ്രശാപം. ഈ നേരമായിട്ടും എനിക്കതിന്ന് പുറത്തു കിടക്കാനായിട്ടില്ല. ശാപമൊക്കെ പഴയ കഥയല്ലേ. 100 കൊല്ലം മുമ്പ് ഒരു ശാപം വീണിട്ടുണ്ടെന്ന് കരുതി ഇപ്പോഴങ്ങനെ പേടിക്കണോ അമ്മേ? തറവാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളുടെ അമ്മമാര് പേടിക്കണം. നീ വിവാഹം കഴിച്ചില്ലേ? ദുർഗ എങ്ങനെ പാമ്പ് കടി ഏറ്റിട്ടല്ലേ? അത് എത്രയോ തലമുറകൾ, എത്രയോ പെൺകിടാങ്ങൾ, അതെല്ലാം സർപ്പദംശനത്താൽ. അപ്പോ കീർത്തിയുടെയും നവീന്റെയും ജാതകം പൂജാപീഠത്തിൽ വെക്കണ്ടെന്നാണോ? എനിക്കറിയില്ല. നീ നവീനെ ഒന്ന് വിളിച്ചേ. പൂജയിൽ അവൻ പങ്കെടുത്തേ പറ്റൂ. എന്തു പറ്റി? അവർ റേഞ്ചിലില്ല. കണ്ടില്ലേ, എല്ലാം ദുശകനങ്ങളാ. സർ, സിത്താര മാം ഇപ്പൊ വീണ്ടും വിളിച്ചിരുന്നു. സാറിന്റെ തീരുമാനം അറിയാൻ. മംഗലത്ത് ഗ്രൂപ്പുകാരും കളരിക്കൽ ഗ്രൂപ്പുകാരും ഒരേപോലെ ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആയ സ്ഥിതിക്ക് ഇവർ രണ്ടുപേരോട് സംസാരിക്കാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. സർ, ഞാൻ സിത്താര മാമിനെ ഒന്ന് കണക്ട് ചെയ്യട്ടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഹലോ, കോഫി. ഗാഥാ മാഡത്തിന് കോഫി എടുക്കുമ്പോഴേ കപ്പ് നിറച്ചെടുക്കാൻ പാടില്ല. അതൊക്കെ മാഡത്തിന് നിർബന്ധം. അതുപോലെ ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൃത്യമായ അളവുണ്ട്. ഒരു കോഫിയുടെ കാര്യത്തിൽ ഇത്രയ്ക്കാണ് നിർബന്ധം വേണോ? താൻ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളൂ. ഗാഥാ മാഡത്തിന്റെ ശീലങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കൊണ്ടേ കൊടുക്ക. ഇനിയിപ്പോ ഇത് നോക്കി കൊതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രോപ്പർട്ടി ഗാഥാ ശ്രീനിവാസന്റെ സ്വന്തമാകും. മാഡം, കോഫി. കൈനഗിരിയുടെ മണ്ണിന്റെ വീറും വാശിയുമുള്ള, കുട്ടനാടിന്റെ ഉൾക്കരുത്തുള്ള, നിരവധി മത്സരങ്ങൾ ജയിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ നവജ്യോതിയുടെ പ്രിയപ്പെട്ട ടീം നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാടി പരാജയപ്പെട്ട കൊമ്പനാൽ ടീമിന് ഇത്തവണ യൂണിവേഴ്സിറ്റി താരങ്ങളെയും സംസ്ഥാന താരങ്ങളെയും കൊണ്ട് നിറഞ്ഞ നിറപ്പകിട്ട് കൊടുത്തിരിക്കുകയാണ് ജോൺസൺ കൊമ്പനായി. ഇവരൊന്നും ഒരു ഗ്രൗണ്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാ ഇവരൊക്കെ? ഇത്തവണ കരുതിക്കുട്ടിയാണല്ലോ സാറേ. കൈവയ്ക്കുന്നതൊക്കെ ജയിച്ചേ പറ്റുന്നൊരു നിർബന്ധം എനിക്കുണ്ടല്ലോ. ഈ പീറ പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റുകൊടുത്താ എങ്ങനെയാ? കൃഷ്ണ ഇത് എവിടെ പോയി കിടക്കാം? ഈ നിൽക്കുന്നവരെ നോക്കണ്ട സാറേ, വരാനുള്ളത് കൃഷ്ണയാ. കളി ആര് ജയിക്കണമെന്ന് അവളാ തീരുമാനിക്കുന്നത്. എന്റെ പെൺപിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളിന് നടുകുനിച്ചല്ലാതെ ഈ കൈനകരിയിലും നടക്കാൻ പാടില്ലെന്ന്.
കാത്തിരുന്ന മത്സരം, വെൺപടയുടെ വീറും വാശിയുള്ള മത്സരം ഇതാ ആരംഭിക്കുന്നു. ആദ്യ റൗണ്ടിൽ നവജ്യോതിയുടെ 10ാം നമ്പർ താരം എതിർപ്പാളയത്തിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ 4 വർഷം കേരള കബഡി ടീമിനെ തന്റെ തോളിലേറ്റി ഒറ്റയാൾ പട്ടാളമായി മുന്നിൽ നിന്ന് നിരവധി വിജയങ്ങൾ സമ്മാനിച്ച ജയമാല ദിനകരൻ. ഇത്തവണ നമ്മുടെ പിള്ളേര് കൈവിട്ടു പോയല്ലോടി. നവജ്യോതിയുടെ ക്യാപ്റ്റൻ ആദ്യ ബ്രേക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നാട്ടിലെ കബഡിയുടെ പേരും പറഞ്ഞ് ഒരുത്തിയും തല ഉയർത്തി കിടക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തിക്ക് തല പൊക്കണമെന്ന് തോന്നിയ അത് അവസാനിപ്പിച്ചിട്ടേ ജോൺസണും പിള്ളേരും മടങ്ങും. കോഫിയുടെ ചൂടിതാണോ? ഇതല്ല. ഓരോരുത്തരെയായി ഞാനിത് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കണോ? കോഫിയുടെ ചൂട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമുണ്ട്. എന്റെ മകൾ ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചൂടായാലും തണുപ്പായാലും ഇവിടെ അതിന്റെ അളവ് തീരുമാനിക്കുന്നതേ എന്റെ മകൾ ഗാഥാ ശ്രീനിവാസാണ്. സിനി, മാഡം, എന്റെ മകളോട് ഒരാൾ നിഷേധിച്ചൊരു വാക്ക് പറഞ്ഞാൽ ആ നാ വരിഞ്ഞാണ് എനിക്ക് ശീലം. നിനക്ക് നിന്റെ ഇവിടുത്തെ ജോലി മതിയാക്കാം. ഔട്ട്. കളിക്കളം ഏതായാലും അവിടെ ജയിക്കുന്നത് ഒരാൾ മാത്രമായിരിക്കണം, എന്റെ മകൾ. കുട്ടനാടിന്റെ കായലോടങ്ങളിൽ കബഡിയുടെ പേരുകൂടി എഴുതി ചേർത്ത നമ്മുടെ സ്വന്തം കൃഷ്ണ. ഇതാ കൊമ്പനാൽ ടീമിന്റെ മറുപടി. കൊമ്പനാൽ ടീമിന്റെ സൂപ്പർ സ്റ്റാർ ഇതാ എതിരാളികളുടെ ഗോതയിലേക്ക്. ജോൺസൺ മുതലാളി ഒരല്പം വൈകിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്കിതേ പെട്ടെന്ന് അങ്ങ് തീർക്കാം. എതിരാളിയുടെ കളിക്കളത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച ഈ നാടിന്റെ പെൺസിംഹം കൃഷ്ണ. ചേച്ചി പോട്ടമോളെ, എന്റെ കൊച്ചിന് ഭാഗ്യമില്ലാണ്ട് പോയി. കരയല്ലേ ചേച്ചി? എന്തുപറ്റി? എന്തിനാ ചേച്ചി കരയുന്നേ? ഒന്നുമില്ല മോളെ. അത് കൃഷ്ണേ, ഞങ്ങളുടെ ടീം ജയിച്ചാ കിട്ടുന്ന ക്യാഷ് അവാർഡ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു ജോൺസൺ മുതലാളി. ഓപ്പറേഷൻ ഒരു മാർഗമില്ലാത്തോണ്ട് ചേച്ചി ഇത് വെച്ചോ. അയ്യോ മോളെ, അവരോട് ഞാൻ പറഞ്ഞോളാം. ഈ മോളുടെ അസുഖം മാറിയാലേ നമ്മളെല്ലാവരും ജയിച്ച പോലെ. പിടിക്കാം. ദൈവം മോളെ അനുഗ്രഹിക്കും. എന്നെ മാത്രല്ല ചേച്ചി, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. താങ്ക് യു. ആ കൊള്ളാലോ.
ഇതാര് വരച്ചതാ? നന്നായിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ, ഐ ആം കളരിക്കൽ നവീൻ വർമ്മ. യു ആർ ലേറ്റ്. സമയത്തിന്റെ വില എനിക്കറിയാം. സമയം തന്നെ പണമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നഷ്ടപ്പെട്ട 5 മിനിറ്റുകൾ. എന്ത് വേണം കോമ്പൻസേഷൻ? ഈ പ്രോപ്പർട്ടി എനിക്ക് കിട്ടിയേ പറ്റൂ. നോ മിസ്റ്റർ ജേക്കബ്, 24 hours പോലും ഞാൻ നിങ്ങൾക്ക് തരില്ല. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നിങ്ങൾ എന്റെ ഓഫീസിൽ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതർവൈസ് പിന്നെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കേണ്ടി വരില്ല. സിതാരയാ പറയുന്നത്. ആരാ മമ്മി? വൺ മിസ്റ്റർ ജേക്കബ്. പണ്ട് ബിസിനസ് സർക്കിളിൽ കിരീടം വെക്കാത്ത രാജാവെന്നൊക്കെ അയാളെ വിളിച്ചോണ്ടിരുന്നത്. എന്തു ചെയ്യാം, ഇപ്പോഴും രാജാവാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് മറിച്ചാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? പുവർ മാൻ. മമ്മി അയാൾക്ക് ശരിക്കും അറിയില്ല. അതാ ആ പാവത്തിന്റെ കുഴപ്പം. ഞാൻ മമ്മിക്ക് കാണിച്ചെന്ന ആ ലാൻഡില്ലേ, സിനി പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അത് എനിക്ക് സ്വന്താവുമെന്ന്. ഈസ് ഇറ്റ് റൈറ്റ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വാസമല്ലല്ലോ, സത്യമല്ലേ? ലോകത്ത് ഇതുപോലൊരു അമ്മയെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ? എങ്കിൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ആളുകള് ആ ബിസിനസിന്റെ ഡീൽ ഉറപ്പിച്ചോണ്ടിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് അതിന്റെ മോൾഡേ ആവും. ലോകം കീഴടക്കാനുള്ള പണം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഈ ലോകം മുഴുവനും എന്റെ മകൾക്ക് വാങ്ങിത്തരാം. സിതാരയുടെ മകൾ ആളുകൾക്കൊരു ഉദാഹരണമാവണം. ആളുകളുടെ അസൂയക്ക് കാരണമാവണം. എന്റെ മോളെ കാണുന്നവർ താഴേക്കല്ല, മുകളിലേക്ക് നോക്കണം. ഉയരങ്ങളിൽ നിൽക്കുന്ന നിന്നെ കാണണം. അതാ മമ്മിയുടെ ആഗ്രഹം. താങ്ക് യു മമ്മി. ഓക്കെ. അതെ, ഈ ലാൻഡൊക്കെ വാങ്ങിട്ട് എന്താ പ്ലാൻ? ഒരു സ്വപ്നം കാണുന്നത് പോലെ ഒരു അവധിക്കാല റിസോർട്ട്. A perfect space for entertainment. That's my idea. Good. Then you just wait. ഇപ്പൊ തന്നെ ഒരു കോള് വരും. വന്നില്ലടോ നിങ്ങളുടെ നവീൻ വർമ്മ. വെല്ലുവിളിക്ക് ഇറങ്ങിയിട്ട് സിത്താര മാമിന്റെ പേര് കേട്ടപ്പോ ഓടി ഒളിച്ചോ? അങ്ങനെ ഓടി ഒളിക്കുന്ന ആളല്ല ഞങ്ങളുടെ ബോസ്. നിങ്ങളെ പോലെ തന്നെ മംഗലത്ത് ഗ്രൂപ്പുകാരും ഈ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ, ചമ്പക്കുളത്ത് കായലിനോട് ചേർന്ന് ഒരു 64 ഏക്കർ പ്രോപ്പർട്ടി ജോസാറിൻ്റെതായിട്ടില്ലേ? അതിന് ആ 64 ഏക്കർ പ്രോപ്പർട്ടിയിൽ 34 ഏക്കർ മാത്രമാണ് കരഭൂമി. ബാക്കിയുള്ള 30 ഏക്കർ കായൽ നികത്തിയെടുത്തത്. നേരെ ചൊവ്വ ഒരു ആധാരമില്ല, കര ഉടയ്ക്കുന്ന രേഖകളുമില്ല. ജോസേട്ടൻ്റെ വസ്തുക്കളുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. വേറൊന്നിനു വേണ്ടിയല്ല. നമ്മുടെ റവന്യൂ മിനിസ്റ്റർ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഇടയ്ക്കെപ്പോഴെങ്കിലും നമ്മൾ കൂടുമ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാലോ. ഇയാളെ പിണക്കി വിടുന്നത് ശരിയല്ല, പണിയാവും. സർ, ഡീൽ. മംഗലത്ത് ഗ്രൂപ്പ് പറഞ്ഞതിനേക്കാൾ സെന്റിന് 1 ലക്ഷം കൂടുതൽ. എഗ്രിമെന്റിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തോ? മംഗലത്തുകാരുടെ കച്ചവടം കൊണ്ടുവന്ന് കൃഷ്ണ. ഇനി ഞാനെങ്ങനെ അവളുടെ മുമ്പിൽ പോയി ചെന്ന് നിൽക്കും? എന്നാലും നീ എന്ത് പണിയാ കൃഷ്ണ കാണിച്ചേ? ആ കാശ് എന്തിനാ അവർക്ക് കൊടുത്തേ? നമ്മുടെ ടീം ജയിച്ച നിന്നോട് ആ കാശ് അമ്മയുടെ ചികിത്സയ്ക്ക് എടുത്തോളാൻ പറഞ്ഞല്ലേ? ആ ചേച്ചിയുടെ കരച്ചിൽ നീ കണ്ടില്ലല്ലോ. എത്ര പ്രതീക്ഷയോടെയാവും ആ ചേച്ചി ഇവിടെ കാത്തു നിന്നിട്ടുണ്ടാവുക. അത് നമുക്ക് കിട്ടിയില്ലെന്ന് കരുതിയാൽ മതി. പക്ഷെ ജയിച്ചു വന്നാൽ ചെലവ് ചെയ്യാൻ ചേച്ചി പറഞ്ഞല്ലേ? ആരെ പറഞ്ഞത് ചെലവ് ചെയ്യില്ലെന്ന്? എടി, നമ്മുടെ എഴുതുചേട്ടൻ വഴി ഒരു ഭൂമിയുടെ കച്ചവടം നടക്കുന്നുണ്ട്. അതിന്റെ ബ്രോക്കർ കാശ് ആരുടെ കയ്യിലേക്കാ വരുന്നേ?
എന്റെ കയ്യിലേക്ക്. അതൊന്ന് കിട്ടട്ടെ മോളെ. ഞാൻ അമ്മയുടെ ചികിത്സ നടത്തും, നിങ്ങൾക്കൊക്കെ ചെലവും നടത്തും. കൃഷ്ണേച്ചി ആ അറിഞ്ഞോ? എന്താടാ? ആ എൽദോ ചേട്ടനെ കൃഷ്ണേച്ചിക്ക് പണി വന്നു. അയാൾ കൃഷ്ണേച്ചി അറിയാതെ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. ശരിയാണോടാ? അതെ. ജാതകങ്ങൾ തന്നോളൂ. ദൈവമേ, നവീൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണേ. എന്താ സാറേ ഇങ്ങോട്ട് വരുന്ന സ്പീഡ് ബോട്ടൊക്കെ ഒഴിവാക്കിയത്? നവീൻ സാറിനെ കായലിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചൊന്ന് പഠിക്കാനാ. ഓ, കായലിലെന്ത് ബിസിനസ് സാധ്യത? ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. ഭൂമിയിലെ ഏറ്റവും ബിസിനസ് സാധ്യത വെള്ളത്തിൽ തന്നെ. ഓ, ജാതകം വെച്ചിരിക്കുന്ന പെൺകുട്ടി മുമ്പോട്ട് വരിക. തറവാടിനെ ഗ്രസിച്ചിരിക്കുന്ന സകല പാപങ്ങളും ഇതോടെ ഇല്ലാതാവണമെന്ന് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് ഹോമകുണ്ടത്തിൽ അർപ്പിച്ചോളൂ. അശുഭമാണല്ലോ സരസ്വതിയമ്മേ. തിരുമേനി, ജാതകം കത്തിപ്പോയിരിക്കുന്നു. ദോഷം ചെറുതല്ല. പരിഹാരങ്ങൾ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പരിഹാരപൂജ നടക്കും വരെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ജാഗ്രത വേണം. ഈശ്വര, കീർത്തിയുടെയും നവീന്റെയും ജാതകം ചേരില്ല എന്നാണെങ്കിൽ നവീന് ചേരുന്നൊരു പെൺകുട്ടിയെ എത്രയും വേഗം കാണിച്ചു തരണേ. അയ്യോ. ഹലോ, ഞാൻ കൊണ്ടുവന്ന കച്ചവടക്കാരെ ഒതുക്കി തനത് മറച്ചു വിട്ടല്ലേ? എന്റെ പൊന്നുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നോടൊന്ന് ക്ഷമിക്ക്. താനിങ്ങോട്ട് കരയിലേക്ക് കയറി വാ. തനിക്കുള്ള സമ്മാനമായിട്ടേ ഞങ്ങൾ ഇവിടെ കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അയ്യോ, ചേട്ടാ, സാറേ, വെള്ളത്തിന്റെ ബിസിനസ് സാധ്യത എപ്പോഴാ മനസ്സിലാക്കിയത്? സാറേ, ഞാൻ പിന്നെ വന്നോളാം. നമുക്ക് പണി തന്ന ആൾക്കാരല്ലേ, തിരിച്ച് നമുക്കൊരു പണി കൊടുക്കണം. ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. ചെല്. അയ്യോ മക്കളെ, ചുമ്മാ ഇത് പിടിച്ചേ. അയ്യോ, ഉത്തമ ജാതകമുള്ളൊരു പെണ്ണ് അയാളെ എന്തായാലും തേടി വരും. പക്ഷേ അയാൾക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെ ഉണ്ടാവും. പക്ഷേ ഈശ്വര നിശ്ചയം അവർ തമ്മിൽ ചേരാനാണെങ്കിൽ അയാളെ ബാധിച്ച സകല തടസ്സങ്ങളും ആ പെൺകുട്ടി മാറ്റിയിരിക്കും.
സ്ഥലത്തിന്റെ ഡീല് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? മാഡം, ആ വസ്തു മറ്റൊരാൾ വാങ്ങി. ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ധാരണയിലായതാണ്. പക്ഷെ അയാൾ നേരിട്ട് വന്ന് ഹൂസ് ദാറ്റ്? നവീൻ വർമ്മ, ഇത്തവണത്തെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ. സാറേ, സാറേ, എന്റെ ദൈവമേ, സാറേ, 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 കണ്ണൂർക്ക് സാറേ. സാറേ, സാറേ, വല്ലതും പറ്റിയോ? താനത് എവിടെയായിരുന്നോ? ഞാൻ കരക്കടിഞ്ഞത് അവിടെയാ സാറേ. മംഗലത്തേറെ കച്ചവടം കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ച് എൽദോ പറഞ്ഞിരുന്നു. ആ, അവളും പിള്ളേരുവാ ഈ പണി ഒപ്പിച്ചത്. ഒരു മിന്നായം പോലെ ഞാൻ അവളെ കണ്ടടോ. പക്ഷേ ഒരിക്കലും ഞാൻ അവളെ വിടില്ല. അവളെ എൻ്റെ കൈ കിട്ടും. ഈ കായൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അവളെ. ഭഗവാനെ, ഒന്നും പറ്റില്ലല്ലോ അയാൾക്ക്. പലയിടത്തും അയാൾ നമുക്ക് പുറകെ തന്നെയുണ്ട്. മാഡത്തിന്റെ സ്ഥാനമാണ് അയാളുടെ ലക്ഷ്യം. ഈ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ എന്നൊക്കെ പറയുന്നതേ ഒരു വർഷത്തെ ടേൺ ഓവർ ഒക്കെ കണക്കാക്കി അത് നിശ്ചയിക്കുന്നവരുടെ താല്പര്യം കൂടെ കണക്കിലെടുത്ത് തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ്. ബട്ട് സിത്താരയുടെ സ്ഥാനം അതുകൊണ്ടൊന്ന് മോഹിക്കാൻ പോലും ഈ ബിസിനസ് ലോകത്ത് ഒരുത്തനും വളർന്നിട്ടില്ല. നവീൻ വർമ്മ, എടുത്തിയാട്ടത്തിന്റെ പുതിയ പേരാ.